ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ബ്രീത്തിങ് ഹാബിറ്റ്സ്, അതായത് പല ആനിമൽസ് എങ്ങനെയൊക്കെയാണ് ബ്രീത്ത് ചെയ്യുന്നത്, ശ്വസിക്കുന്നത് എന്നാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത്. ത്രൂ ഗിൽസ്, അക്വാട്ടിക് ആനിമൽസ് ലൈക്ക് ഫിഷ്, tadpole, prawns and etc. breathe through gills. അതായത് വെള്ളത്തിൽ ജീവിക്കുന്ന ആനിമൽസ്, മീൻ പോലത്തെ ജീവികൾ, അതായത് വെള്ളത്തിൽ ജീവിക്കുന്ന ആനിമൽസ്, മീൻ പോലത്തെ ജീവികൾ ഗിൽസ് വെച്ചാണ് ബ്രീത്ത് ചെയ്യുക. അവർ വെള്ളം എടുത്തിട്ട് അതിൽ നിന്ന് വെള്ളം സോർട്ട് ചെയ്ത് കളഞ്ഞിട്ട് ഓക്സിജൻ എടുക്കും. അങ്ങനെയാണ് ഈ അക്വാട്ടിക് ആനിമൽസ് ഒക്കെ ബ്രീത്ത് ചെയ്യുക. അപ്പോൾ അക്വാട്ടിക് ആനിമൽസ് ലൈക്ക് ഫിഷിനെയൊക്കെ പോലത്തെ, ടാഡ്പോളിനെ പോലത്തെ അക്വാട്ടിക് ആനിമൽസിനൊക്കെ ഗിൽസ് ആണ് ഉള്ളത്. അപ്പോൾ അടുത്ത നമുക്ക് സ്കിന്നിൽ കൂടെ ബ്രീത്ത് ചെയ്യുന്ന ആനിമൽസിനെ നോക്കാം. Earthworm and etc. breathe through skin. അതായത് എർത്ത് വേമിനെ പോലത്തുള്ള ജീവികൾ മോയിസ്റ്റ് സ്കിന്നിൽ കൂടെയാണ്, അവരുടെ ദേഹം നല്ല ഹൈഡ്രേറ്റഡ് ആയിരിക്കും. അപ്പോൾ മോയിസ്റ്റ് സ്കിന്നിൽ കൂടെയാണ് അവർ ബ്രീത്ത് ചെയ്യുന്നത്. അങ്ങനെയാണ് എർത്ത് വേമും ഫ്രോഗൊക്കെ മോയിസ്റ്റ് സ്കിന്നിൽ കൂടെയാണ് ബ്രീത്ത് ചെയ്യുന്നത്. അവരുടെ വേ ഓഫ് ബ്രീത്തിങ് ആണ് മോയിസ്റ്റ് സ്കിൻ. ത്രൂ സ്പൈറക്കിൾസ്, ഇൻസെക്ട്സ് ബ്രീത്ത് ത്രൂ സ്പൈറക്കിൾസ്. അതായത് ഉറുമ്പ്, പാറ്റ എന്ന പോലത്തെ ജീവികൾ അവരുടെ സ്പൈറക്കിൾസിൽ കൂടെയാണ് ബ്രീത്ത് ചെയ്യുന്നത്. അതായത് അവരുടെ ദേഹത്ത് കുറേ കുത്ത് പോലത്തെ സാധനങ്ങൾ കാണും, അതിൽ കൂടെയാണ് അവർ ബ്രീത്ത് ചെയ്യുന്നത്. അതിനെ സ്പൈറക്കിൾസ് എന്നാണ് പറയുന്നത്. അതുകൊണ്ട് ഈ പാറ്റയ്ക്കൊക്കെ കുറേ നാള് ഈ തലയില്ലെങ്കിലും ജീവിക്കാൻ പറ്റും, കാരണം അതിൻ്റെ ദേഹത്ത് കൂടെയാണ് ഇത് ബ്രീത്ത് ചെയ്യുന്നത്. നെക്സ്റ്റ്, ത്രൂ ലങ്സ്. ലങ്സ് നമുക്ക് എല്ലാവർക്കും അറിയായിരിക്കും. മനുഷ്യരെ പോലെ മനുഷ്യരും പിന്നെ പട്ടിയും പൂച്ചയും അങ്ങനത്തെ ജീവികളൊക്കെ ലങ്സിൽ കൂടെയാണ് ബ്രീത്ത് ചെയ്യുന്നത്. പിന്നെ കൂടാതെ ഡോൾഫിൻസും വെയിൽസും ലങ്സിൽ കൂടെ തന്നെയാണ് ബ്രീത്ത് ചെയ്യുന്നത്, കാരണം അവർ മാമൽസ് ആണ്, പക്ഷെ വെള്ളത്തിൽ ജീവിക്കുന്നതേ ഉള്ളൂ. മൂവ്മെന്റ് ഓൺ ലാൻഡ്. On land, animals can stand upright and can walk on their hind limbs. Humans and forelimbs. അതായത് ഈ ബ്രാക്കറ്റ് ഇട്ടെന്ന് വെച്ചാൽ ഈ ഹിൻഡ് ലിംസിൽ ബാക്ക് ചെയ്യുന്ന ആളാണ് ഹ്യൂമൻസ്. ആൻഡ് ഹിൻഡ് ലിംസിലും ഫോർ ലിംസിലും ബാക്ക് ചെയ്യുന്ന ആൾക്കാരെ നമ്മൾ പറയുന്നത്. വേറെ ആനിമൽസ് ഒക്കെ ലാൻഡിലുള്ള വേറെ ആനിമൽസ് ഹിൻഡ് ലിംസിലും ഫോർ ലിംസിലുമാണ് വാക്ക് ചെയ്യുന്നത്. ഹ്യൂമൻസ് ഹിൻഡ് ലിംസിൽ മാത്രമേ വാക്ക് ചെയ്യുള്ളൂ. പിന്നെ കങ്കാരുവിനെ പോലത്തെ ജീവികളും ഹിൻഡ് ലിംസിലും വാക്ക് ചെയ്യും. കങ്കാരുവിനെ പോലത്തെ ജീവികൾ ഹിൻഡ് ലിംസിൽ വാക്ക് ചെയ്യും. ഹോപ്പ് ചെയ്തുകൊണ്ടായിരിക്കും അവർ പോകുന്നത്. ചാടിയാണ് കങ്കാരുവിനെ പോലത്തെ ജീവികൾ ഹിൻഡ് ലിംസ് യൂസ് ചെയ്ത് പോകുന്നത്. ചാടിയാണ് പോകുന്നത്. റാബിറ്റ് ഹിൻഡ് ലിംസിലാണ് വാക്ക് ചെയ്യുന്നത്, പക്ഷെ ചാടിയായിരിക്കും പോകുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഹോപ്പ് ആൻഡ് ജംപ് ഓൺ ദെയർ ലിംസ്, ഹിൻഡ് ലിംസ്. അതായത് കാംഗറൂവിനെ പോലെയും റാബിറ്റ്സിനെ പോലത്തെയും ജീവികൾ അവരുടെ ഹിൻഡ് ലിംസിൽ ചാടും. അതാണ് കാംഗറൂസും റാബിറ്റ്സും അങ്ങനെയാണ് മൂവ് ചെയ്യുന്നത്. അടുത്ത ക്രോൾ ഓൺ ദ ഗ്രൗണ്ട്, അതായത് എഴഞ്ഞു പോകുന്ന ജീവികൾ. ക്രോക്കഡൈൽ, ലിസാർഡ്, സ്നേക്സ്. ഈ മൂന്ന് ജീവികളും സ്നെയിലും അങ്ങനെയൊക്കെ തന്നെയാണ് പോകുന്നത്. ക്രോക്കഡൈലും ലിസാർഡും സ്നേക്കും ക്രോൾ ചെയ്തായിരിക്കും പോകുന്നത് തറയിൽ കൂടെ. അടുത്തത് ആനിമൽസ് ഇൻ വാട്ടർ. ഫിഷ് ആനിമൽസ് ഇൻ വാട്ടർ ആണ്. ഫിഷ് ഫിൻസ് യൂസ് ചെയ്യും. മീനുകൾ ഫിൻസ് യൂസ് ചെയ്താണ് മൂവ് ചെയ്യുന്നത്. നമ്മൾ സൂക്ഷിച്ചു നോക്കിയാൽ കാണാം, അവർ ഓരോ സ്ഥലത്തോട്ട് തിരിയാനൊക്കെ ആയിട്ട് അവരുടെ ഫിൻസ് യൂസ് ചെയ്യും.
പിന്നെ മൂവിയാണ് അവർക്ക് ഫിൻസ് വേണം. ഡക്ക് വെബ്ഡ് ഫീറ്റ്, വെള്ളത്തില് താറാവുകൾ വെബ്ഡ് ഫീറ്റ് യൂസ് ചെയ്തിട്ടാണ് പോകുന്നത്. ടർട്ടിൽ ഫ്ലിപ്പേഴ്സ്, അതായത് ടർട്ടിലിന്റെ കാലിന്റെ അവിടെ കാണാലോ നമുക്ക്, ടർട്ടിലിന്റെ കാല് അത് വെച്ചിട്ടാണ്, അതിന് ഫ്ലിപ്പേഴ്സ് എന്നാണ് പറയുന്നത്. ടർട്ടിലിന്റെ കാലിനെ ഫ്ലിപ്പേഴ്സ് എന്നാണ് പറയുന്നത്. അത് വെച്ചിട്ട് നീന്തിയാണ് പോകുന്നത്. അത് വെച്ചിട്ടാണ് ടർട്ടിൽ മൂവ് ചെയ്യുന്നത്. അടുത്തത് ഏരിയൽ ആനിമൽസ്. അടുത്ത നമ്മൾ ഏരിയൽ ആനിമൽസ് എങ്ങനെ മൂവ് ചെയ്യുന്നു എന്നാണ് നോക്കാൻ പോകുന്നത്. അടുത്തത് ഏരിയൽ ആനിമൽസ്. ഏരിയൽ ആനിമൽസ് യൂസ് ദെയർ വിങ്സ് ടു ഫ്ലൈ, അതായത് ഏരിയൽ ആനിമൽസ് അവരുടെ ചിറകുകൾ യൂസ് ചെയ്തിട്ടാണ് മൂവ് ചെയ്യുക. ഈ ചിറകുകൾ എന്ന് പറയുന്നത് മോഡിഫൈഡ് ഹിൻഡ് ലിംസ് ആണ് ചിറകുകൾ. പിന്നെ അവരുടെ ബോണുകളിൽ ഹോളോ ആയിരിക്കും, അകത്ത് ഒന്നും കാണൂല. പിന്നെ മസിൽസ് അവരുടെ ചിറകുമായിട്ട് അറ്റാച്ച് ആയിരിക്കും. അതുകൊണ്ട് അവർക്ക് മസിൽസ് ചിറകുമായിട്ട് അറ്റാച്ച് ആയതുകൊണ്ടൊക്കെ ഈ ഹോളോ ബോൺസും പിന്നെ അവരുടെ ഷേപ്പും പിന്നെ മസിൽസ് അറ്റാച്ച്ഡ് ആയിക്കൊണ്ടൊക്കെ മോഡിഫൈഡ് ഹിൻഡ് ലിംസ് ഒക്കെ ഉള്ളതുകൊണ്ട് അവർക്ക് സിമ്പിളായിട്ട് നമ്മൾ നടക്കുന്ന പോലെ ഏരിയൽ ആനിമൽസിന് പറക്കാൻ പറ്റും. ഇങ്ങനെയാണ് ഏരിയൽ ആനിമൽസ് പറക്കുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. പിന്നെ മിക്കവരും ലൈക്ക് ചെയ്യുന്നില്ല, അതുകൊണ്ട് ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും